ഇടുക്കിയിലും ശക്തമായ മഴ തുടരുകയാണ്. ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി ഡാമിൽ ഒരു ദിവസം കൊണ്ട് ഉയർന്നത് 4 അടി വെള്ളമാണ്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 118.35 അടിയായി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമില്ല എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. ചെറു ഡാമുകളായ കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര എന്നിവ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ആകെയുണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഡാമുകളിൽ ഇതിന് തൊട്ട് മുൻപ് പോലും ജലമുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നേരിയ ഏറ്റവും താഴ്ന്ന നിലയിൽ തന്നെയായിരുന്നു ജലമുണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ സംഭരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. മാധു, ആശങ്കയുടെ 2 രാപ്പകലുകൾക്ക് ശേഷം ഒരു ആശ്വാസം നൽകുന്ന പകലാണ് ഇടുക്കിയിൽ കഴിഞ്ഞു പോകുന്നത്. പകൽ സമയത്ത് തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഈ മണ്ണും ചെളിയൊക്കെ മാറ്റാനുള്ളൊരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. ഡാമുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളത് ഇടുക്കി ഡാമിലാണ്. അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാണുന്നത് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശം കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് 30 അടി വെള്ളം കുറവാണ് ഇത്തവണ ഇടുക്കി ഡാമിൽ. പക്ഷേ ഇന്ന് മാത്രം 4 അടി വെള്ളം ഇടുക്കി ഡാമിൽ ഉയർന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം വൃഷ്ടി പ്രദേശങ്ങളിൽ അതുകൂടാതെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം തുറന്നു വരുന്ന ചെറു ഡാമുകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുകയും ശക്തമായിട്ടുള്ള നീരൊഴുക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ദൃശ്യം ഇരട്ടയാർ ഡാമിൽ നിന്നും ടണൽ വഴി വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. പരമാവധി വെള്ളമാണ് ഇരട്ടയാർ ഡാമിൽ നിന്നും ടണൽ വഴി ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഇവിടുത്തെ ഇടുക്കി ഡാമിലെ സംഭരണം എന്ന് പറയുന്നത് 2344 അടിയാണ്. 2384 അടി എത്തിയാൽ മാത്രമാണ് ഈ അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യമുള്ളൂ. അതുകൊണ്ട് 39 അടി എന്തായാലും ഉടനെ എന്തായാലും ഉയരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇടുക്കി ഡാം നിലവിൽ തുറക്കേണ്ട സാഹചര്യമില്ല. മറ്റൊരു ആശങ്കയുള്ളത് മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാറിൽ 118 അടി മാത്രമാണ് നിലവിലെ ജലനിരപ്പ്. അതൊരു 140 അടി എത്തിയാൽ മാത്രമാണ് സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യമുള്ളൂ. എന്നാൽ ചെറു ഡാമുകൾ, അതായത് പാമ്പള, കല്ലാർകുട്ടി, മലങ്കര ഡാമുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും അപകടനിലയ്ക്ക് മുകളിലാണ് നിലവിലെ ജലനിരപ്പ്. കൂടാതെ പെരിയാർ തീരത്തും ജാഗ്രത തുടരുകയും ചെയ്യുന്നുണ്ട്. ആശങ്ക രാത്രിയിൽ തന്നെയാണ്. രാത്രിയിൽ മഴ ഉണ്ടാകുമോ എന്നതാണ് മലയോരം കാത്തിരിക്കുന്നത്. ഇടുക്കി ഡാമിൽ അതുപോലെ മുല്ലപ്പെരിയാർ ഡാമിലൊക്കെ ഇപ്പോൾ നിലവിൽ ഈ ഡാമുകളൊന്നും തുറക്കേണ്ടുന്ന സാഹചര്യമില്ല. ചെറു ഡാമുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുമുണ്ട്. രാഹുലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.